ആരെങ്കിലും ഒന്നെങ്കിൽ സാരി ഉടുപ്പിക്കും, സാരി മാറ്റും. അതായത് ഇവരുടെ തൊലിക്കട്ടി റെന്റിന് കിട്ടുമോന്ന് വരെ ആണ് ആൾക്കാർ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നത്. എല്ലാ സ്റ്റാൻഡിലും പോകും. അല്ല, എല്ലാ സ്റ്റാൻഡിലും പോകുന്ന അങ്ങനെ പറഞ്ഞത്. ഇവിടെ നമ്മളെക്കാളും തറയടാ. ഒന്നും ചോദിച്ചില്ല. ബിവറേജ് ക്യൂ നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഏത് സെലിബ്രിറ്റിയെ കൊണ്ടുപോകും? ഇത് റെന്റാണോ? ഒരു മനുഷ്യനെ കുഞ്ഞില്ല. അവസാനം ഞാൻ ഈ കോസ്റ്റ്യൂം ഒരു ഓർഡർ ഓടി കഴിയുമ്പോൾ ഫുൾ ആളായി. ഇപ്പൊ ഞാൻ ചെയ്യണ വലിയ കാര്യമൊന്നും ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ അമ്മയ്ക്ക് വിളിച്ച് ഭയങ്കര മോശമായിട്ട് തെറി വിളിച്ച് സാഹസം മൂവി അതില് ഡാൻസ് കളിക്കാനാണെന്ന് പറഞ്ഞ ഒരു ദിവസം പിടിച്ചു. പൈസ കിട്ടൂലെന്ന് വിചാരിച്ചിട്ടോ പോയത്. ഇതുവരെ ആ പേയ്മെന്റ് തന്നിട്ടില്ല. ഈ കൈ ഉണ്ടല്ലോ, ഈ ഒരു വെളുപ്പിന് ഒരു ഉറക്കം നിന്ന് ഇത് കാണിച്ചിട്ടേ ഇടയ്ക്ക് ഉറങ്ങിയൊക്കെ പോയി എന്നൊക്കെ പറയും. ഇവർ രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കും ശ്വാസം വിടാനായിട്ട്. ആ പാവത്തിന് ഡ്രസ് മാറിയപ്പോൾ ഈ നോട്ടാ ഒറ്റ ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തോ. ഞാനിത് നിന്ന് ഓടണം. രജിഷ വിജയന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇങ്ങനെ ട്രെൻഡിങ് പൊക്കോണ്ടിരിക്കുകയാണ് ഐറ്റം ഡാൻസ്. അതിനകത്ത് ജിസ്സും ഉണ്ട്. കുറെ പേരിൽ ഒരാള് ഞാനാണ്. ഫേസ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചാടി എവിടെയൊക്കെ നിൽക്കും. ഒരു സ്ഥലത്തും വരാറില്ല. ഇതിലാണ് എന്റെ എഡിറ്റിംഗ് മൊത്തം. ഇത് ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. രാത്രി സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങണേ ഈ ഫോൺ. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. ഹായ് ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ശ്രീനിധി. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് 4 സുന്ദരന്മാരാണ് ഗൈസ്. അപ്പം സുന്ദരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളക്കരയാകെ ഇപ്പോൾ ഡിസ്കഷൻ ഇവരാണ്. പാട്ടിന് പാട്ട്, ഡാൻസിന് ഡാൻസ്, തൊലിക്കട്ടിക്ക് തൊലിക്കട്ടി. അതായത് ഇവരുടെ തൊലിക്കട്ടി റെന്റിന് കിട്ടുമോന്ന് വരെ ആണ് ആൾക്കാർ ഇപ്പൊ ചോദിച്ചോണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ദ വൈറൽ സ്റ്റാർസ് ജിസ്മോൻ, കിരൺ, യദു ആൻഡ് ജിത്തു. ഓക്കെ, അല്ല പെട്ടെന്ന് എല്ലാവരുടെയും കൂടെ പേരങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, സുന്ദരമാരെ കുറിച്ച് അതെ അതെ, സുന്ദരന്മാരുടെ കൂട്ടത്തിൽ ഒരു സുന്ദരിയും കൂടെ ഉണ്ട്. എന്താണ് ഗൈസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? 28 ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോ 28.3 മില്യൺ ആയി. അല്ല, ഇങ്ങനെ കണ്ണിന്റെ ഇടയ്ക്ക് കൂടെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. എന്താ എന്താ അങ്ങനല്ലേ, എല്ലാരും ഷെയർ ചെയ്യല്ലേ, സെലിബ്രിറ്റീസ് ഒക്കെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നു. അപ്പോൾ റീല് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് എന്തായിരുന്നു ഗൈസ് നിങ്ങളുടെ? അതായത് നിങ്ങൾ അറിഞ്ഞോ ഇത് ഇത്രയും സംഭവം ഇത്ര അങ്ങോട്ട് ഹിറ്റ് ആവും? മഞ്ജു വാര്യറായിട്ട് ഇരിക്കുന്നോണ്ടാണ് കുറച്ച് നാണത്തോടെ മിണ്ടാതിരിക്കുന്നത്. സംസാരിച്ചു ക്യാരക്ടറിൽ ഇറങ്ങിക്കോ. പറ. ഇൻവെർട്ടറാ? പറ, റീൽ എടുത്തപ്പോ നിങ്ങൾ അറിഞ്ഞോ ഇത് ഇത്ര റീച്ച് ആവുമെന്ന്? മോഹൻലാലെ മിണ്ടൊന്ന്, ലാലേട്ടൻ മിണ്ട്. 5 മില്യൺ അല്ല, അതിന് മുമ്പുള്ള വീഡിയോസ് ഏകദേശം കുറെ മില്യൺ അടിച്ച വീഡിയോസ് ഉണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറയും, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കിരണ കണ്ടപ്പോ പറഞ്ഞു, ബ്രോ നമുക്ക് ഇങ്ങനെ ബ്രോ ഒന്ന് തോമാശനാവാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ജിസിന്റെ ആയിരുന്നു ഐഡിയ? ഓ, എല്ലാം ഞാനാണ്. വേറെ ആളുടെ അടുത്ത് ഒരു ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ആൾക്കത് കണക്ട് ആയില്ല എന്ന് തോന്നുന്നു. ഇതെന്താന്ന് നമ്മുടെ മനസ്സിലല്ല അറിയാവുള്ളൂ. ആള് വന്നില്ല. അപ്പൊ ഞാൻ ബ്രോയോട് പറഞ്ഞു, ബ്രോയോട് പിന്നെ ഞങ്ങള് ചങ്സാ എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ ആള് പറഞ്ഞു ഓക്കെടാ നമുക്ക് പോവാം. ഒന്നും ചോദിച്ചില്ല, ഓക്കെടാ പോവാം. നീ വന്നാ ലാലേട്ടനാണെന്ന് മാത്രമേ പറഞ്ഞോളൂ. പുതിയ റെഡ് ഷർട്ടും മേടിച്ച് ആള് വന്നു. ഞങ്ങൾ നേരെ പോയി. ഇത് റെന്റാണോ? അപ്പൊ പോകുമ്പോ തിരിച്ചു കൊടുക്കണല്ലേ? അല്ല അന്ന് റീൽ കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊടുത്തില്ലേ? അപ്പൊ കുഴപ്പമില്ല, അപ്പൊ അത് കൊടുക്കണം. അപ്പൊ ഞങ്ങള് നേരെ പോയി. ഇവിടെ അടുത്ത സ്ഥലം പാലക്കാട് വടക്കാഞ്ചേരി പോയാ ചെയ്ത്. എല്ലാ സ്റ്റാൻഡിലും പോലും എല്ലാ സ്റ്റാൻഡിലും പോകും. എല്ലാ സ്റ്റാൻഡിലും പോകുന്ന അങ്ങനെ പറഞ്ഞത് സ്റ്റാൻഡൊന്നുമില്ല, സ്റ്റാൻഡൊന്നുമില്ല. ക്രൗഡ് അവിടെ ഉണ്ടോ അവിടെ ഓക്കെ, അങ്ങനെയൊന്നുമില്ല. എവിടെ തന്നെ ചെയ്യും. വടക്കാഞ്ചേരി നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. വടക്കാഞ്ചേരി വരുമോ? ഞാൻ പറഞ്ഞു വടക്കാഞ്ചേരി കൊറേ നാളായിട്ടോ പറയും ഒന്ന് വടക്കാഞ്ചേരി. അതെന്താ വടക്കാഞ്ചേരി ഇത്ര കാര്യം? ശിവന്റെ വീട് അടുത്ത. അവൻ തൃശ്ശൂരാ. നമ്മുടെ എറണാകുളം സൈഡിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ പാടല്ലേ, ബുദ്ധിമുട്ടാണ്. എല്ലാ ദിവസവും പറയണ്ട വടക്കാഞ്ചേരി.
വടക്കാഞ്ചേരി പക്ഷെ വടക്കാഞ്ചേരി ഭയങ്കര സപ്പോർട്ട് നമ്മുടെ ആളുകൾ കേട്ടോ. ഭയങ്കര സപ്പോർട്ട് വീഡിയോ ഇവൻ പറഞ്ഞ പോലെ തന്നെയായിരുന്നു അവിടെ. ഇവൻ പറഞ്ഞു നേരത്തെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു അവിടെ നല്ല ക്രൗഡായിരിക്കും, നീ വന്നാ മതി എന്ന് പറഞ്ഞു. സത്യം ഒരു മനുഷ്യനെ കുഞ്ഞില്ല. അവസാനം ഞാൻ ഈ കോസ്റ്റ്യൂം ഇട്ട് ഒരു ഓട്ടോ ഓടി കഴിയുമ്പോൾ ഫുൾ ആളായി. ഇറങ്ങിയപ്പോ തന്നെ ആളുകൾ ശ്രദ്ധിച്ച ആള് എല്ലാവരും നടുക്കായിരിക്കും. ക്രൗഡ് അങ്ങനെ ക്രൗഡായത്, ആ ക്രൗഡ് കിട്ടിയത്. ഞാൻ സാരി ഉടുത്ത് വരുത്തിയതാന്നല്ലേ ആൾക്കാരെ. ഇവനെ കൊന്ന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മിക്ക വീഡിയോസിന്റെ താഴെ കമന്റ് വരുന്നത് നിങ്ങളുടെ തൊലിക്കട്ടിയെ കുറിച്ചാണ്. അതായത് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണോ, തൊലിക്കട്ടി റെന്റിന് കിട്ടുമോ? സത്യത്തിൽ ഈ തൊലിക്കട്ടി എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തത്? അതായത് നമുക്കൊരു ചമ്മല് തോന്നത്തില്ലേ? അല്ല, തൊലിക്കട്ടി എന്ന് പറയുന്ന ഒരു സംഭവം എന്താ പറയാ, നമ്മളിപ്പോ ആർട്ടിസ്റ്റ് ആണല്ലോ. ഇപ്പൊ ആർട്ടിസ്റ്റുമാർ പറയുന്നത് ഡാൻസറാണ്, ഒരുപാട് സ്റ്റേജുകളിൽ ചെയ്യുന്ന പ്രോഗ്രാം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു സിംഗറാണ്. അപ്പം നമ്മളൊരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോഴേക്കും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് സ്റ്റേജിൽ ഓഡിയൻസ് നമ്മുടെ ഫ്രണ്ടിലായിരിക്കുന്നത്, ഇത് നമ്മൾ ഓഡിയൻസ് നടക്കുക ചെയ്യുന്നു, അത്ര വ്യത്യാസമുള്ളൂ. എന്നിട്ട് പേടില്ല എന്നുള്ളതല്ല, നമ്മളാ സമയത്ത് ചെയ്യണ സമയത്ത് ആക്ച്വലി എല്ലാവരും പോലെ നമുക്കുണ്ട്. പിന്നെ സമയത്ത് ചെയ്യണമെന്ന് മാത്രം. ശരിക്കും ഉണ്ടോ? ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ പോകുന്ന നേരത്ത് മറ്റേ ഒളിച്ചിക്കും. എന്റെ അനിയനും ഞാനുമാണ് വീഡിയോ എടുക്കാൻ പോണേ. ഇത് ജിസിന്റെ അനിയനാണ് കേട്ടോ. ഇത് അനിയന്മാരാ. അപ്പൊ ഇതോ? ഇത് ഓക്കെ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരാ പോണേ. ആദ്യം പോണ സമയത്തേ ഒറ്റ ഷോട്ട് എടുക്കുള്ളൂ. മര്യാദക്ക് ചെയ്തോ, ഞാൻ പോവും. മര്യാദക്ക് ചെയ്തില്ല എന്നും ചെയ്ത ഞാൻ ഒരെണ്ണം എടുക്കുള്ളൂ. ഞാൻ പറയാം ഇന്നെ ഷോട്ട് മതി. പക്ഷെ ആ ഒരൊറ്റ ഷോട്ട് അവനെ ഞാനിൽ നിന്ന് ഉരുകി ഞാൻ ജസ്റ്റ് പറയാം, ഓടും വീണ്ടും പുറകെ ഓടണം. അത് ഒരു അത് ഓട്ടം ചില്ലറ ഫുൾ ക്രെഡിറ്റ് എനിക്ക് ഒരു ക്രെഡിറ്റും ഇല്ല. ഫുൾ ക്രെഡിറ്റ് എന്റെ അരിയന്റെ. അവൻ വന്നില്ലായിരുന്നു ഇത് നടക്കൂല, ഒന്നും സംഭവിക്കില്ല. സ്റ്റാർട്ടിങ് കേട്ടോ, സ്റ്റാർട്ടിങ് മാത്രമേ കാണുള്ളൂ. പിന്നെ ഞാൻ പറയണം ഒന്ന് വാടാ വാ, എന്നിട്ട് ഞങ്ങൾ പോകും. ഇവൻ വന്ന അവിടെ ആ ക്രൗഡിൽ നിന്ന് അത്രയും ധൈര്യം സംഭരിച്ച് എനിക്കത് ചെയ്തു തരും. ഒരുപാട് ഷോട്ടൊന്നും എടുത്ത് ആരും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ അത് കണ്ടമാനം പേര് വന്നിട്ട് മറ്റേ പബ്ലിക് ന്യൂസൻസ് എന്ന് പറയും. ചെയ്യണില്ല. ചേട്ടയുടെ ഫോൺ കണ്ടില്ലായിരുന്നോ? ഡാൻസ് കളിക്കുന്നതിന്റെ അടുത്ത് തന്നെ എന്റെ മൊബൈൽ ഇട്ടിട്ടുണ്ടാവും. ഈ മൊബൈലിൽ പാട്ട് വെച്ചാണ് കളിക്കുന്നത്. അതായത് ആ മൊബൈൽ വെച്ച് എനിക്ക് പോലും കേൾക്കാൻ പറ്റില്ല. സ്റ്റാർട്ടിങ് ഒന്ന് വിളിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് കളിക്കുള്ളൂ. ലിപ്പ് കൊടുത്തു അല്ല ഞാൻ ചെയ്യണം, ചിരിച്ച് കളിക്കുക. അതായത് ചിരിച്ച് മീൻസ് എക്സ്പ്രഷൻ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ കട്ട് ചെയ്ത് കേൾക്കാമല്ലോ. അതായത് എനിക്കിത് കേൾക്കാൻ പറ്റില്ല, കേൾക്കാതെ ഞാൻ കളിക്കണം. ഒരു പാട്ട് വെച്ച് ആരും ബുദ്ധിമുട്ടിക്കണില്ല. പിന്നെ പെട്ടെന്ന് പോകുന്നു, എനിക്ക് ആവശ്യമുള്ള ഷോട്ടുകൾ അവൻ്റെ അടുത്ത് പറയും, അത് അവനെടുത്ത് തരും, അത് വെച്ചിട്ട് എഡിറ്റ് ബാക്കിയൊക്കെ എഡിറ്റിംഗ്. പിന്നെ ഈ ക്രൗഡിന്റെ റെസ്പോൺസ് കാണിക്കില്ല, അതായത് ഓരോരുത്തരുടെ ഫേസ് ഇടും. സമയത്ത് ചെയ്യണവരുടെ റിയാക്ഷൻ അനിയും പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യുന്നതാ. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്നതല്ലേ? പബ്ലിക് എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും? ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ലില്ല. ഓ, ഇൻബോക്സിൽ വരും അല്ലേ? എന്തോ എന്താ അവിടെ ഒരു രഹസ്യം? ഒരു ചെറിയ അനുഭവം ഒരു സാന്റാ ക്ലോസിന്റെ അത് കുറച്ച് വർഷം മാത്രമേ ലുലുവിലുള്ളൂ, ബാക്കി അവിടെ ചെയ്യാൻ പറ്റിയില്ല. പെർമിഷൻ മേടിക്കുന്ന അറിയില്ല. ഓ, ലുലുവിൽ പെർമിഷൻ മേടിക്കണം. സാന്റയായിട്ട് അവിടെ ചെന്നു. ഒരാളൊന്ന് ചോദിച്ചു ലുലു ഏർപ്പാടാക്കിയ ആളുകളാണെന്ന് ചോദിച്ചു. പറഞ്ഞ അല്ലാന്ന് പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഞങ്ങള് അത് ബുദ്ധിമുട്ടായി, എന്നാലും ഞങ്ങൾ പുറത്തേക്ക് നമ്മുടെ തെറ്റല്ലേ, ജസ്റ്റ് ഒരു 5 സെക്കൻഡ് മതിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീണ്ടും അല്ലാതെ അവർക്ക് അല്ല അവരത് ചെയ്യണ്ടടാ, അവിടുത്തെ ജോലിക്കാരല്ലേ. നമ്മള് സാക്ഷ്യം മേടിക്കാതെ പോയി ചെയ്തല്ലേ, ശരിയായില്ല. അത് ഓക്കെ. എഡിറ്റിംഗ് ഒക്കെ ആരാ ചെയ്യുന്നത് നിങ്ങളുടെ? രണ്ടുപേരും ചെയ്യും. അതായത് ഈ ഓടണ സാധനങ്ങൾ ഫുള്ള് ഓ, എല്ലാരും കൂടെ ചേർന്ന് ചെയ്യുന്നതല്ലേ? സാധനമൊക്കെ ചെയ്തില്ലേ? ഏതാ ബബ്ബബാഡ്? ആ ബബ്ബബാഡ് റീല് എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര നല്ലൊരു അല്ലാതെ അതൊക്കെ അവന്റെ ഐഡിയാസ് ആട്ടോ. മറ്റേ ബബ്ബയുടെ സാധനം VFX ഒക്കെ ആഡ് ചെയ്ത് ചെയ്തത് ഇവന്റെ പരിപാടികളാ. ജിസിനോട് ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ജിസ് ഭയങ്കര ദിലീപേട്ടൻ ഫാൻ ആണല്ലേ? എനിക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ദിലീപേട്ടന്റെ കൂടുതൽ റീൽസ് ചെയ്താ ഞാൻ കണ്ടിട്ടുള്ളത്. ഭയങ്കര ഇഷ്ടമാണ്, ലാലേട്ടനെ ഇഷ്ടമാണ്, മമ്മൂക്കാനെ ഇഷ്ടമാണ്, നന്നായിട്ടാണ് എല്ലാവരും ഇഷ്ടം. എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും ലാലേട്ടന്റെ ഒരു ഡയലോഗ് കാണിച്ചു തരും? ഈ കോസ്റ്റ്യൂമിൽ ഇരുന്ന് കണ്ടപ്പോ ഒരു ആഗ്രഹം ഒന്ന് അഭിനയിച്ച് കാണിക്കും. എന്തെങ്കിലും ഒന്ന്. എന്തെങ്കിലും ഒരു ഡയലോഗ് പറ ലാലേട്ടന്റെ. 6 വർഷത്തെ ഇടവേളകൾ കഴിഞ്ഞ് ശേഷം എന്താ മോനെ നല്ല ചൂടാ അല്ല എന്ത് ചൂടാൻ വന്നിരിക്കുന്നത് അല്ലേ? ചില കളികൾ കാണിക്കാനും
എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട്? ചിലത് പഠിപ്പിക്കാനും. ചിലത് പഠിപ്പിക്കാൻ. നീ പോ മോനെ. അല്ല സ്വന്തം സോട്ടിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോഴും ക്യാരക്ടറിൽ നിന്ന് വിട്ടിട്ടില്ല. ഇവർ രണ്ടും കൂടി ഇങ്ങനെ ഇരിക്കുന്നത് ഇപ്പോഴും. ഒരു ഇച്ചിരി ഗ്യാപ്പ് കൊടുക്കും ശ്വാസം വിടാനായിട്ട് ആ പാവത്തിന്. ഡ്രസ് മാറിയപ്പോഴേ നീ നോട്ടാ. എന്തോ ഡ്രസ് മാറിയപ്പോഴേ ഈ നോട്ടാന്ന്. മുണ്ട് താത്തിട്ടോടെ. എന്തോ മുണ്ട് താത്തിട്ടോടെ. ഓ ഇട്ടു. അല്ല അതൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്തു. എന്നോട് പ്രൊഫഷൻ ചോദിക്കണ്ട, ഇഷ്ടമുള്ള പോലെ ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ റീൽസ് ഒക്കെ വൈറൽ ആവുന്നുണ്ട്, കുറെ മില്യൺ വ്യൂസ് വരുന്നുണ്ട്. ഗേൾ ഫാൻസ് എങ്ങനെയാണ് നിങ്ങളുടെ? ആരെങ്കിലും സിംഗിൾ ആൻഡ് മിങ്കിൾ, റെഡി ടു മിങ്കിൾ സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടോ? ആരൊക്കെയാ സിംഗിൾ ഈ കൂട്ടത്തിൽ? എല്ലാരും സിംഗിളാ. പക്ഷെ പറയുന്നതിനകത്ത് ഈ മിണ്ടാതിരിക്കാൻ ഞാൻ മിണ്ടൂല, കൊന്നാലും ഞാൻ മിണ്ടൂല. ഓക്കെ. അല്ല ആരൊക്കെ സിംഗിള്? എത്ര പേര് കാണുന്ന നിങ്ങളുടെ ഫാൻസ് ഒക്കെ? ഫാൻസ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് റെഡി ആണെന്നൊക്കെ ഫാൻസിന്റെ കമന്റ്സ് ഒക്കെ, ഗേൾസിന്റെ കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? എനിക്ക് വരാറില്ല, വരാറുണ്ട്. ഓ ജിസിനാണ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. എനിക്കും വരാറുണ്ട്, എല്ലാവർക്കും വരാറുണ്ട്, വരാറുണ്ട്. വരാറുണ്ടല്ലേ? ഓക്കെ. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന കമന്റ്സിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന കമന്റ്സോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുന്ന ഒരു കമന്റ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നെഗറ്റീവ് ഒരു 1000 കമന്റ് വന്നിട്ടുണ്ട്, അതില് ഒരാള് 1000 കമന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. അല്ല എനിക്ക് നെഗറ്റീവ്സ് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അഭിപ്രായങ്ങൾ പലതല്ലേ. ഇപ്പൊ ഞാൻ ചെയ്യണ വലിയ കാര്യമൊന്നും ഞാൻ ഒരിക്കലും ഞാൻ പറയില്ല. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് വരണം, അതൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഇന്നലെ ഞാൻ രാവിലെ മൊബൈൽ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഇൻസ്റ്റാഗ്രാമിൽ. ഒരാൾ ഒരു എന്തായിരുന്നു സിയ മുഹമ്മദ് എന്ന് പറഞ്ഞു, പേര് വരെ മറന്നിട്ടില്ല, ഞാനത് നോട്ട് ചെയ്ത് വെച്ചേക്കോ. എന്ത് അഭിപ്രായം വേണേലും പറയാം, പബ്ലിക് പ്ലാറ്റ്ഫോം എന്ത് വേണേലും പറയാം. എൻ്റെ അമ്മയ്ക്ക് വിളിച്ച് ഭയങ്കര മോശമായിട്ട് തെറി വിളിച്ച്, ഞാൻ പറയുമ്പോൾ ചുമ്മാ തെറിയല്ല, ഭയങ്കരമായിട്ട് ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടേ വീഡിയോ ചെയ്യുമല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ മെസ്സേജ് അയച്ചു എൻ്റെ അമ്മേനെ ചേർത്ത്. അത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഭയങ്കര സങ്കടമായി. വേറെ എന്തു എന്നെ തെറി വിളിച്ചോട്ടെ, ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ കാണാതിരിക്കാനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, ബ്ലോക്ക് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. കുറെ അമ്മമാര് പിള്ളേരൊക്കെ, ചില അമ്മമാരൊക്കെ മെസ്സേജ് അയക്കും, കൊച്ചുചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു ചേട്ടൻ ഒരു ദിവസം എനിക്ക് മെസ്സേജ് അയച്ചു, എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ, ആലുവയിൽ വരുമ്പോൾ വീഡിയോ ചെയ്യാൻ, ഇനി ആലുവയിലൊക്കെ വരുമ്പോൾ പറയുമോ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ കുറേ മെസ്സേജ് വരുന്നുണ്ട്. ഞാൻ അല്ലാണ്ട് മെസ്സേജ് വരും, ഞാനിങ്ങനെ ഭയങ്കര വിഷമത്തിലിരിക്കുന്ന സമയത്ത് ആ വീഡിയോ ഉണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് മെസ്സേജ് വരും. അല്ലാണ്ട് നെഗറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സ് ഇല്ലാന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഈ വന്ന മെസ്സേജ് നമുക്ക് ഭയങ്കര സങ്കടമായി പോയത്. അമ്മേനെ അത്രയ്ക്ക് കാര്യമാണ്. ഓക്കെ. ജിസിന്റെ വീഡിയോക്കകത്ത് ഹൈലൈറ്റ് എപ്പോഴും വരുന്നത് ജിസിന്റെ ഒരു ഓട്ടമാണ്. അപ്പൊ അതായത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഓടുക എന്നുള്ളതാണോ നിങ്ങൾ സ്വപ്നം കാണുന്ന കിനാശേരി? ഇന്ത്യ, അതെ അതെ, ഇന്ത്യയിൽ മൊത്തം ഓടുക എന്നുള്ളതാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത്. ആ ഓട്ടത്തിന്റെ ഒരു എന്താ പറയാ, ഒരു തുടക്കം അല്ലെങ്കിൽ ഒരു ഉറവിടം എവിടുന്നായിരുന്നു? അത് ഞങ്ങളൊരു പ്രോഗ്രാമിന് കരുനാഗപ്പള്ളി, കൊല്ലത്ത് എവിടെ? അല്ല അത് വിട്ടാരും സാറില്ല. അല്ല കൊല്ലം ആയപ്പോ എനിക്കൊരു ആവശ്യം, ഞാൻ കൊല്ലം നമ്മുടെ മറ്റേ ഹസ്കി ട്രെൻഡിങ് ആയ ഞാനും എനിക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ ചിന്തകളാ. ഞാൻ പറഞ്ഞടാ എന്നെ ഏതെങ്കിലും, ഞാൻ മുണ്ടായിട്ട് ഓൾറെഡി പോയെ, എന്നെ ഏതെങ്കിലും സ്റ്റാൻഡിൽ ഇറക്കി വിടണം, എനിക്ക് സ്റ്റാൻഡിൽ ഇറക്കി വിടണം. അപ്പൊ അനിയും പറഞ്ഞു പിള്ളേരുണ്ട് കൂടെ നമ്മുടെ ടീമിലെ, കളിക്കണ്ടോന്ന് ചോദിച്ചു. അപ്പം ചേട്ടാ നമുക്ക് കളിക്കാന്ന് പറഞ്ഞു. അവന്മാര് പാൻഡിട്ട് എനിക്ക് മുണ്ടുള്ളതുകൊണ്ട് ഞാൻ മുണ്ടെടുത്തു. ഒരു സ്റ്റാൻഡിൽ ഇറക്കി ഇടണം എന്ന് പറഞ്ഞു. സ്റ്റാൻഡിൽ ചെന്നപ്പോൾ ക്രൗഡുണ്ട്, ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഓടണം എന്ന് പറഞ്ഞു. അവർ ഓടി, ഞാൻ ഇത് വേറെ പ്ലാൻ ചെയ്ത് ഓടി വൈറലാവുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, നമുക്ക് ഓടി സ്റ്റാൻഡിൽ പോവാം, അവിടെ നിന്ന് കളിക്കാന്ന് പറഞ്ഞോളൂ. ഓടണ ഒരു ഷോട്ട് എടുത്ത് അവിടെ പോയി ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ചെയ്ത് അപ്പം തന്നെ തിരിച്ച് വണ്ടി കയറി പോകുന്നു. അങ്ങനെ വീഡിയോ. ഓ അതാണ് ഓട്ടം തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ അതങ്ങോട്ട് ശീലാക്കി, പിന്നെ അത് ചോദിച്ചു തുടങ്ങി. രണ്ടാമതും ആ വീഡിയോ കയറിയല്ലോ, അപ്പൊ അപ്പൂസിനോട് അനിയനോട് പറഞ്ഞു നമുക്ക് ഒരു വീഡിയോ കൂടി ചെയ്യാം, ഒന്ന് ഓടി നോക്കാം. അങ്കമാലി പോയിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്കമാലി പോയി സ്റ്റാൻഡിൽ ചെന്നിട്ട് മറ്റേ മാലമല്ലു എന്നുള്ള മണിച്ചേട്ടൻ്റെ പാട്ട് അത് ഇതേപോലെ തന്നെ ഒന്ന് ഓടി കളിച്ചു. അതും
റീച്ച് ആയി. അപ്പൊ പിന്നെ ഓട്ടം അങ്ങനെ ശീലാക്കി എടുത്തു. ഓക്കെ, ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ജിസ്സിനോട് ഫസ്റ്റ് ജിസ്സിന്റെ വീഡിയോസ് ആണ് നമ്മൾ കാണാറുള്ളത്. ഡാൻസും ബഹളവും ഒക്കെ ആയിട്ട് വീഡിയോസ് ആണ് കാണുന്നത്. മറ്റേ ദിലീപേട്ടന്റെ വീഡിയോസ് ഒക്കെ പാട്ട് ചെയ്തതും ഡാൻസ് ചെയ്തതും ഒക്കെയാണ് ഞാൻ കണ്ടതെല്ലാം. എന്നിട്ട് ഞാൻ ജിസ്സിനോട് വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു പാവം പിടിച്ച ചെറുക്കൻ. ഞാനിങ്ങനെ അടുത്തിരിക്കുക പറയുന്നത് കേൾക്കാനായിട്ട്. നമ്മുടെ വീഡിയോയിൽ കാണുന്ന ആ ഒരു ആക്റ്റീവ് ആളെയല്ല, ആള് ഭയങ്കര കാം ആൻഡ് കമ്പോസ്റ്റ് ഇങ്ങനെയാ പൊതുവേ. അതായത് കോസ്റ്റ്യൂമിലോട്ട് വരുന്ന സമയത്ത്, അതായത് കഴിവ് പുറത്തെടുക്കേണ്ട സമയത്തായിരിക്കും ഫയർ ആവുന്നത്. അങ്ങനെയാണോ? തട്ടി കയറുമ്പോ മട്ടു മാറും. അതാണ് ഒരു കാഞ്ചന സെറ്റപ്പ്. അതായത് ഇപ്പൊ എന്താ പറയാ, ലോറൻസ് സാരി എടുക്കുന്നതിന് മുമ്പ് ഒരു ക്യാരക്ടർ, സാരി ക്യാരക്ടർ അത്ര വലിയ കളിക്കണോ? അങ്ങനെയൊന്നല്ല പുള്ളിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? എങ്ങനെയാ പുള്ളി ഡാൻസിന് വേണ്ടി എന്തും പുള്ളി വേണ്ടത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ നേരത്തെ ഒക്കെ? ഡാൻസ് അങ്ങനെ പഠിക്കാനൊന്നും പോയിട്ടില്ല. എന്റെ ഒരു അമ്മാവൻ ഡാൻസ് ഗ്രേസ്ഫുൾ ആയിട്ടാ കളിക്കുന്നത്. ശരിക്കും നമ്മൾ കണ്ട് ഞാൻ ഫസ്റ്റ് കാണുന്ന വീഡിയോ എനിക്ക് തോന്നുന്നു, ഞാൻ ദിലീപേട്ടൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സാധനമാണ് ഞാൻ കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു എന്ത് ഗ്രേസ്ഫുൾ ആയിട്ടാണ് കളിക്കുന്നത്. ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് കളിക്കുന്നുണ്ട്. ഓ ഓക്കെ. അല്ല, ഇതായിട്ട് ബേസിക്കലി എന്തോ കുഞ്ഞിലെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല, അതാ ഞാൻ പറഞ്ഞത്. എന്റെ ഒരു അമ്മാവൻ ഡാൻസർ ആയിരുന്നു, കണ്ണൻ എന്റെ അമ്മാവന്റെ പേര്. അപ്പോ അമ്മാവനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോണേ. അമ്മാവനാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജിസിന്റെ ഭയങ്കര ഫാനാന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ജിസ് എനിക്ക് ഡാൻസ് കളിക്കാൻ ഒന്നും അറിയത്തില്ല, അത് എനിക്ക് ഒട്ടും പറ്റൂല. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു റീല് ചെയ്യുമ്പോഴേ, നിങ്ങൾ എവിടെയെങ്കിലും റീൽ ചെയ്യുമ്പോൾ ഞാനും കൂടെ വന്നോട്ടെ കൂടെ. ഡാൻസ് കളിക്കാൻ അറിയാത്ത കാരണം ഞാൻ വേണേ എക്സ്പ്രഷൻ ഇടാം. അപ്പൊ എന്റെ ഒരു ഷോട്ട് നീ ആഡ് ചെയ്യുവോ? ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്, ഞങ്ങളെ കൂട്ടുവോ എന്നെ കൂട്ടുവോ ചേട്ടാ, എന്നെ കൂടെ. ഞാൻ പറയുന്നു അങ്ങനെ തന്നെ നിങ്ങൾ കൂട്ടുവോ? ഞാൻ പറയുന്നത് അങ്ങനെ തന്നെ കൂട്ടുവോ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കൊരു ചെറിയ ഗെയിം റൗണ്ടിലേക്ക് പോവാം. ഇനി ഡയറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സിൽ തോന്നുന്ന ഒരു കോസ്റ്റ്യൂം, അതായത് ഇപ്പം ചോക്ലേറ്റില് പൃഥ്വിരാജ് പെറ്റിക്കോട്ട് ഇട്ടുകൊണ്ട് പോയി ഡാൻസ് ചെയ്തതുപോലെ ആണോ? ഏത് ചോക്ലേറ്റിലെ സാധനമാണോ സെയിം ചെയ്യാൻ പോവാ? അതുപോലെ വേറെ ഡയറിംഗ് ആയിട്ട് വേറൊരു കോസ്റ്റ്യൂം മനസ്സിലുള്ളത് എന്താ ചെയ്യാനായിട്ട്? പിന്നെ മറ്റു മായാവിയുടെ കുറച്ച് സാധനങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് പോവും. ഓക്കെ. ഇനി നമ്മളിങ്ങനെ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ പോയി ഡാൻസ് കളിക്കുന്നുണ്ട്, പിന്നെ ഞാനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ കളിക്കുന്നുണ്ട്, അങ്ങനെ. അപ്പൊ ഇനി നമുക്ക് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡയറിംഗ് ആയിട്ട് ഡാൻസ് ചെയ്യാനായിട്ട് മനസ്സിൽ കാണുന്ന ഒരു സ്ഥലം ഏതാ? ഇന്ന സ്ഥലത്ത് പോയി ഡാൻസ് ചെയ്തൊരു വീഡിയോ എടുത്താൽ കൊള്ളായിരുന്നു. എവറസ്റ്റോ? തമിഴ്നാട് പോകണമെന്നുണ്ട്. ചെന്നൈ പ്ലാൻ മൊത്തം മാറ്റും. സർപ്രൈസ്. നിങ്ങളുടെ കോണ്ടന്റ് ആണ് ഞാൻ ഇരുന്ന് നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? ഓക്കെ. ഇനിയിപ്പം നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയി ഡാൻസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഓരോ സ്ഥലങ്ങൾ പറയാം. ആ സ്ഥലത്തേക്ക് നിങ്ങളുടെ കൂടെ ഒരു ക്യാമിയോ റോൾ ഒരു സെലിബ്രിറ്റി വരുവാന്ന് വിചാരിച്ചു, നിങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ ഒരു സെലിബ്രിറ്റി വരുവാന്ന് വെച്ചു. ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പറയാം, അതിൽ ആരെ നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറയണം. ഓക്കെ. സോ ഫസ്റ്റ്, മോളിൽ നിങ്ങളൊരു ഡാൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടുപോകും കൂടെ? ബേസിൽ ചേട്ടനെയാണ് മോളിൽ കൊണ്ടുപോകാനായിട്ട് താല്പര്യം. ഓക്കെ. ഇപ്പൊ ഒരു ട്രാഫിക് സിഗ്നലിൽ പെട്ട് കിടക്കാന്ന് വെച്ചാൽ, അതായത് ട്രാഫിക് സിഗ്നൽ ബ്ലോക്ക് ആണ് അവിടെ, അപ്പൊ അവിടെ നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ഡാൻസ് ചെയ്യാനായിട്ട് പോവാന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടുപോകും? ഷൈൻ ടോം ചാക്കോ. ഓക്കെ. അതെന്താ? എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളിയാകുമ്പോ തിരക്ക് മാറ്റിക്കോളും. ഓക്കെ. ഇനി ബിവറേജ് ക്യൂ നിൽക്കുകയെന്നുണ്ടെങ്കിൽ, അവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ഡാൻസ് കൊണ്ടുപോകാന്ന് വെച്ചോ, ഏത് സെലിബ്രിറ്റിയെ കൊണ്ടുപോകും? അയ്യോടാ, ഷൈൻ ചേട്ടൻ ഇപ്പഴും ഇട്ടാൽ മതിയായിരുന്നു. എങ്കിൽ ഷൈൻ ചേട്ടനെ നമുക്ക് ഇപ്പുറത്തോട്ട് ഇടാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രാഫിക് സിഗ്നലിൽ ആരെ ഇടും? മാധവ് സുരേഷിനെയോ? ഓ. ഇനി അടുത്തത്, പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഓടിപ്പോയി ഡാൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ ആരെ കൂടെ കൂട്ടും? സുരാജേട്ടനെ കൂട്ടും. ഓക്കെ. നിയമസഭയ്ക്കകത്ത് ഡാൻസ് ചെയ്യണമെങ്കിൽ ദിലീപേട്ടനെ കൊണ്ടുപോകും. ഓക്കെ. സോ അതുപോലെ തന്നെ ഇപ്പൊ ലൈബ്രറിയിൽ ഒരു നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്ന് ഡാൻസ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ ഒരു കാര്യം ഞാൻ വിട്ടുപോയി,
ജിസ് സിനിമയിൽ അഭിനയിച്ചല്ലോ അല്ലേ, ഡാൻസിനകത്ത് അഭിനയിച്ചില്ലേ? ഞാൻ അത് ഇന്നലെ ഞാൻ അവസാനം കണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഒന്ന് പറയാം. അതായത് രജിഷ വിജയന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഇങ്ങനെ ട്രെൻഡിങ് പൊക്കോണ്ടിരിക്കുകയാണ് ആ ഐറ്റം ഡാൻസ്. അതിനകത്ത് ജിസ്സും ഉണ്ട്. കുറെ പേരിൽ ഒരാള് ഞാനാ. പുറകില് കോറസ് സൂക്ഷിച്ച് നോക്കണം. എന്റെ പെങ്ങള് കഴിഞ്ഞ ദിവസം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റേ എന്റെ തലയിങ്ങനെ വരച്ച് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഓക്കെ, എങ്ങനെ അതിലേക്ക് വന്നത്? അതെന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പോയതാ, വൈശാഖ്. അപ്പൊ മെയിൻ ഡാൻസർ ആയിട്ട് വിളിച്ചു എന്നാണോ വിചാരിച്ചേ? അതോ ഇങ്ങനെ കൂടെ അത് വേറെ കഥയുണ്ട്, അത് ഞാൻ പറയാം. അത് അങ്ങനെ അവൻ വിളിച്ചിട്ട് പോയി ചെയ്തതാ. അത് ചെയ്തു. സാഹസം മൂവി ഇല്ല നമ്മുടെ റംസാന്റെ, അതില് ഡാൻസ് കളിക്കാനാന്നും പറഞ്ഞ ഒരു ദിവസം വിളിച്ചു. ഒരു ദിവസം പോയി ഞങ്ങൾ എൻ്റെ കൂടെ കളിക്കുന്ന 2 പയ്യന്മാരും ഉണ്ട്. 6 പേരെ പറഞ്ഞ്, ഭാഗ്യത്തിന് 2 പേരെ വന്നുള്ളൂ. അവന്മാർക്ക് ബാക്കിയുള്ളവർക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അവന്മാർ അതിന് പോയി. അപ്പം ഞാൻ ഇവന്മാരെ കൊണ്ട് പോകണം പറഞ്ഞ സമയം ഒരു 10 മിനിറ്റ് ലേറ്റായപ്പോൾ ഭയങ്കര വഴക്കൊക്കെ പറഞ്ഞു. ചിലപ്പോൾ വലിയ സെറ്റൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ തൊടുപുഴയിൽ. പെട്ടെന്ന് ഡ്രസ്സ് മാറിക്കോളാൻ പറഞ്ഞു. ഞാൻ നമ്മുടെ ഡ്രസ്സ് തന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള നമ്മുടെ കോസ്റ്റ്യൂംസ് കുറച്ചൊക്കെ ആയിട്ടാണ് പോയത്. ഡ്രസ്സൊക്കെ മാറി വന്നു. വൈകുന്നേരം ചെന്ന ഒരു 6:15 ചെന്നേ. ആ 6:15 മുതൽ പിറ്റേ ദിവസം വെളുപ്പിന് 6:30 വരെ ഡാൻസ് ലഭിച്ചു. സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഈ ഒരു വെളുപ്പിന് 6 വരെ ഉറക്കം നിന്ന് ഇത് കാണിച്ചിട്ടേ. ഞാൻ സത്യം പറഞ്ഞാൽ സിനിമയെ കളിക്കണം എന്നുള്ളതുകൊണ്ടല്ല പോയത്, പേയ്മെന്റ് കിട്ടൂലോന്ന് വിചാരിച്ചിട്ടാ പോയത്, പൈസ കിട്ടൂലോന്ന് വിചാരിച്ചിട്ടാ പോയത്. ഇതുവരെ ആ പേയ്മെന്റ് വന്നിട്ടില്ല. ഈ കൈ ഉണ്ടല്ലോ സത്യം. ഞാൻ റംസാന്റെ പടല്ലേ, 2 സ്റ്റെപ്പൊക്കെ കളിക്കാൻ നമുക്ക്, അങ്ങനെയൊക്കെ വിചാരിച്ചു പോണേ. പിന്നെ പേയ്മെന്റും കിട്ടുമല്ലോ. പിന്നെ പ്രത്യേകം പറഞ്ഞു പേയ്മെന്റും എക്സ്ട്രാ ട്രാവൽ എക്സ്പെൻസ് അഡീഷണലും തരും. ആ ചെന്നൊരു നിപ്പ് നിന്നിട്ടേ ഇത് നേരം വെളുക്കണ വരെ ഈ സ്റ്റെപ്പാ. ഉറക്കം കാണിക്കണ്ടേ? ഇടയ്ക്ക് ഉറങ്ങിയൊക്കെ പോയി എന്നൊക്കെ പറയും. ഈ സ്റ്റെപ്പാ സത്യം. ഇതുവരെ ഞാൻ കുറെ നാളത്തെ കണ്ടിന്യൂസ് വിളിക്കായിരുന്നു പേയ്മെന്റ് വരുമെന്ന് വെച്ച്. പിന്നെ മനസ്സിലായത് കിട്ടില്ല. അപ്പൊ പിന്നെ വിളി നിർത്തി. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം രജിഷ വിജയന്റെ വിളിച്ചപ്പോ പേടി ഉണ്ടായിരുന്നു ഇതുപോലെ എന്തെങ്കിലും ആയിരിക്കുമെന്ന്? ഇല്ല, അത് ഞാൻ ചോദിച്ചു പേയ്മെന്റ് കിട്ടില്ലേ, ഫേസ് എന്തായാലും വരില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഷൂട്ടിനെ പോകുമ്പോൾ ഫേസ് കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചാടി എവിടെയൊക്കെ നിൽക്കും. ഒരു സ്ഥലത്ത് വരാറില്ല. കട്ട് ചെയ്തോളി. എന്റെ ഭാഗം വന്നോടത്ത് വെച്ചിട്ട് ഇങ്ങനെ അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം കാണിക്കാറുള്ളൂ. സാധാരണ എങ്ങനെയാ വലിയ വലിയ ആൾക്കാരുടെ ഒക്കെ അങ്ങനെയായിരിക്കും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മള് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ അമൃതയിൽ പോയായിരുന്നു. അമൃതയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷാബുല്. അവൻ അവിടെ കോറിയാണ്. കോറിയോഗ്രാഫർ. ഞാൻ കോഴിയെന്നാ ആളുടെ കൂടെ കളിക്കുന്ന മറ്റേ എന്റെ കൂടെ കളിക്കണില്ലേ മുസ്ലിം വേഷത്തിൽ. അവന് ഇങ്ങനെ റീൽ ചെയ്യുന്നൊക്കെ അറിയാലോ. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞിടാ മുഖമൊക്കെ കാണാൻ പറ്റൂല, എവിടെയെങ്കിലും കൊണ്ട് നിർത്തണം. ഓക്കേടാ, അവൻ കൊണ്ട് നിർത്തുകയും ചെയ്യും. കറക്റ്റ് നമ്മുടെ ആർട്ടിസ്റ്റിന്റെ സൈഡിൽ തന്നെ എന്നെ കൊണ്ട് നിർത്തും. പക്ഷെ എന്നാലും എന്നെ കാണിക്കില്ല. എന്താന്ന് എനിക്ക് മനസ്സിലാവാതെ. അമൃതക്കാരന്റെ കട്ട് എല്ലാ പാട്ടിലും അവനോട് പറഞ്ഞ് അവൻ എന്നെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തും. പിന്നെ മനസ്സിലായി കാണിക്കില്ല. പിന്നെ അവൻ കറക്റ്റായിട്ട് പേയ്മെന്റ് തരും കേട്ടോ, കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി വർക്കുകൾ വരുമ്പോൾ നമുക്ക് പോവാം. ഇത്രയും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 28.3 മില്യൺ ആൻഡ് കൗണ്ടിങ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയും നിങ്ങളുടെ ആ ഒരു ജേർണിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഒരു കമന്റ് അല്ലെങ്കിൽ അതെന്താ? ആ കമന്റാണ് ആദ്യം പറഞ്ഞത്. ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ. അതായത് നമ്മൾ ഫസ്റ്റ് തൊട്ട് വീഡിയോ ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാവാം. അല്ലേ ഞാൻ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, കാണാനായിട്ട് വരാൻ അങ്ങനെ ഇപ്പൊ. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ, അത് ഇദ്ദേഹം സമ്മതിക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഇയാള് വൈറലായതിനു ശേഷം ആണ് പല ആളുകളും ഇത് ചെയ്ത് തുടങ്ങിയത്. ഇദ്ദേഹത്തെ പുള്ളിക്ക്, അതായത് ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ട് സമയത്ത്. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരെല്ലാം വിളിക്കുന്നുണ്ട്. അത് പുള്ളി പറയില്ല, പുള്ളി അത് പറയില്ല. അങ്ങനെയൊന്നുമല്ല. എടാ ഇനിയിപ്പോ വിളിക്കാന്ന് പറഞ്ഞ വലിയ സംഭവമൊന്നുമല്ല. പറഞ്ഞാണ് അല്ല മില്യൻ അടിക്കുക ഇത്രയും ഒരു ജിസിന്റെ ആ ഒരു ഭവ്യത. അതും പറയട്ടെ, അവൻ കാണിക്കാൻ പറയുന്നത് അങ്ങനെയൊന്നും പറയണ്ട. അത് ഓണാക്കി വെച്ചാറിനാണ് ഇനി ഭവ്യതയൊക്കെ പോണ വഴിയാണല്ലേ. ഓക്കെ, അപ്പൊ കോസ്റ്റ്യൂം
മാറിയിട്ട് ഈ ക്യാരക്ടറിന് ഇത് ക്യാരക്ടർ ഞാൻ മറ്റേ കോസ്റ്റ്യൂമിൽ ഞാൻ സംസാരിച്ചത്, എന്നിട്ട് ഇതിലും ഭാവമായിട്ടായിരുന്നു. ഇപ്പൊ പിന്നെ എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നു. അല്ല ക്യാമറ വരുമ്പോ നമ്മള് ഓൺ ആവുമല്ലോ. ഓക്കെ എന്തെങ്കിലും നമ്മളെല്ലാരും സംസാരിച്ചു, പക്ഷെ ജിത്തു ഒന്നും മിണ്ടുന്നില്ല. ഷൈ അതാ. എന്റെ ഇടയ്ക്ക് ആദ്യം ജിസ് പറഞ്ഞ എന്താന്ന് പറയാ, ഞാൻ അധികം മിണ്ടില്ല, പക്ഷെ എന്റെ അനിയനുണ്ടല്ലോ, അവൻ അടിപൊളി, അവൻ ഒത്തിരി സംസാരിക്കുന്നു. പക്ഷെ ഇപ്പൊ ജിസ്സാ മിണ്ടിയത്, അനിയൻ മിണ്ടിയിട്ടേ ഇല്ല. എല്ലാരും കാണുമ്പോ ഞാൻ ടെററായിട്ട് തോന്നും, പക്ഷെ വീട്ടിൽ പേടിയാ. ആ അതോടെ അടിപൊളി ആർട്ടിസ്റ്റ് ആണ്, അടിപൊളി ഡാൻസറാണ്, പടം വരയ്ക്കും, എന്നെ അതേപോലെ തന്നെ വരയ്ക്കും. പടം വരയ്ക്കും, അല്ല പടം വരയ്ക്കും, അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യും. ക്യാമറയൊക്കെ എന്ത് ഗിംബൽ പോലും ഇല്ലാണ്ട് അതൊക്കെ ചെയ്യണേ. ചുമ്മാ ഈ കൈ പിടിച്ച മൊബൈൽ കൊണ്ട് എങ്ങനെ ഷോട്ട് വെച്ചാലും ആൾക്ക് നല്ല അടിപൊളിയായിട്ട് ഷോട്ട് വെക്കണം എന്നല്ല. പിന്നെ അല്ല, ഇനി ജിത്തു എന്തേലും ഒന്ന് മിണ്ട്. ഞാൻ മിണ്ടണേ, ഇതൊരു അല്ല, ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഈ ക്യാമറ ഈ ഒരു താല്പര്യമൊക്കെ എപ്പോഴാ തുടങ്ങിയ ജിത്തുവിന്? അത് പണ്ടിട്ടുണ്ട്. വീഡിയോ എനിക്ക് എടുക്കണ ഇഷ്ടമാണ്, പിന്നെ അഭിനയിക്കുന്ന ഇഷ്ടമാണ്. വീഡിയോസ് ഉണ്ടല്ലോ അല്ലേ, അടിപൊളി പെർഫോമറാ. അല്ല, വീഡിയോ ജിസിന്റെ എടുക്കുന്നത് അനിയനല്ലേ? ജിത്തു ക്യാമറ എടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോഴേ ഇത് എങ്ങനെയാ, ഇത് ആ ഒരു ഷൂട്ടിംഗ് പ്രോസസ് എങ്ങനെയാ? ഒരൊറ്റ ടേക്കിൽ ഇത് ഫുൾ കംപ്ലീറ്റ് എടുക്കാൻ പറ്റത്തില്ല നമുക്ക്. പിന്നെ ഓരോ സ്ഥലത്ത് മാറി മാറി നിന്ന് ഡാൻസ് ചെയ്യുന്നതും കാണല്ലേ, ബസ് സ്റ്റോപ്പിൽ തന്നെ, ബസ് സ്റ്റാൻഡിൽ തന്നെ നമ്മൾ പലയിടത്ത് കാണുമല്ലോ. അപ്പൊ ഇതെങ്ങനെ, എത്ര ടേക്ക് പോവും, എങ്ങനെയാ ഇത് ഷൂട്ട് വരുന്നത്? ഒരുപാട് ടേക്കുകളൊന്നും പോവില്ല, ഒറ്റ ടേക്ക് തന്നെ പോളൂ. അവൻ ബാക്ക്, ഞാൻ ഫ്രണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്, അല്ല ഞാൻ ബാക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്. രണ്ട് സൈഡിൽ ക്യാമറ, രണ്ട് സൈഡില്. അപ്പൊ ഡാൻസ് കളിക്കുന്ന ഒറ്റ ഷോട്ടിൽ അത് കംപ്ലീറ്റ് തരും, ഒറ്റ ഷോട്ടിൽ. ഓട്ടമാണ് ഒരുപാട് ടേക്ക് ഡാൻസ് ഒറ്റ ഷോട്ടിൽ എടുക്കില്ല. ഡാൻസ് പല സ്ഥലത്ത് പോയി കളിക്കും. അതായത് ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കുറെ നേരം ആൾക്കാരെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ പ്രശ്നം. പിന്നെ അവർക്കും ബോറടിക്കും, കാരണം ഒരുപാട് ഒച്ചയിലൊന്നല്ലോ. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് കുറച്ച് സ്റ്റെപ്പ് കളിക്കും, പിന്നെ അടുത്ത ക്രൗഡ് അവിടെ അവിടെ പോയി കുറച്ച് സ്റ്റെപ്പ് കളിക്കും, അങ്ങനെ ചെയ്യും. അങ്ങനെ ഓർഡർ സെപ്പറേറ്റ് എടുക്കും, സെപ്പറേറ്റ് എടുക്കും. ഓക്കെ. എഡിറ്റിംഗ് ജിസ്സാ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ എങ്ങനെ സിസ്റ്റത്തിൽ ഇട്ടാണോ, എങ്ങനെ ജിസ് ചെയ്യുന്നത്? എന്റെ സിസ്റ്റം ഇതാ, ഈ സാധനം സിസ്റ്റം ഇതിലാണ് എന്റെ എഡിറ്റിംഗ് മൊത്തം. ഇതേപ്പോ എന്താ സംഭവിക്കണെന്ന് പറയാൻ പറ്റില്ല. രാത്രി സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങണേ. ഈ ഫോൺ ഞങ്ങൾ കോശി തേക്കാനായിട്ട് ഇടയ്ക്ക് ഇത് ഇപ്പൊ തന്നെ കുത്തി ഇട്ടുകൊണ്ടിരുന്നാണ് ചാർജ്. ഇപ്പൊ തന്നെ ഇത് 100% കൊണ്ടൊന്നും ഒന്നും ചെയ്യാതെ 39% ചാർജ്. അല്ല, ഇത് അത്യാവശ്യം 100 ആയി കഴിഞ്ഞാൽ 3 ഫോട്ടോ എടുക്കാം. എന്നിട്ടാണ് കമന്റ് ബോക്സിൽ വന്ന ആൾക്കാർ പറഞ്ഞത് ഞാൻ പൈസ ഒരുപാട് കിട്ടിയിട്ട് പൈസക്ക് വേണ്ടിട്ട് അത് ചെയ്യണേന്ന്. അതുകൊണ്ട് മാത്രം ഞാനത് പറഞ്ഞ. ഇൻസ്റ്റാഗ്രാം മോണിറ്റൈസ്ഡ് ആണോ നിങ്ങളുടെ? ആണ്, പക്ഷേ അതൊക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. ഫേസ്ബുക്ക് മോണിറ്റൈസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ ആരും പറഞ്ഞുതരാനില്ല. ആരോടെങ്കിലും ചോദിച്ചാൽ നമുക്ക് ചെയ്യാവുന്നല്ലേ? ഒരുപാട് കോണ്ടാക്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇത്രയും സെലിബ്രിറ്റീസ് ഒക്കെ കമന്റ് ഇടുന്നല്ലോ, ആർക്കെങ്കിലും ഒരാൾക്ക് മെസ്സേജ് ചോദിച്ചു. വീഡിയോ കയറുമ്പോ എന്താ ചെയ്യണമെന്നറിയോ? ആദ്യം വിളിക്കും, ചേട്ടായി വീഡിയോ 10K ആണോ? ഞാൻ അപ്പൊ തന്നെ വിളിക്കാം, അപ്പൊ എടാ 10K ഇതിങ്ങനെ മാറി മാറി വീഡിയോ കയറണോ? ആണോ? ഓക്കെ, ഇത് തന്നെ റൊട്ടേറ്റ്, ഇത് തന്നെ നടക്കണം, വേറെ ഒന്നുമില്ല. പിന്നെ പെങ്ങൾ ഇതേപോലെ വട്ടമൊക്കെ വരച്ച് ചിലതൊക്കെ എടുത്ത് ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് സ്റ്റോറി ഇടും. അത്രയൊക്കെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവനോട് പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, എടാ മില്യൺ ആയി. അപ്പൊ എനിക്ക് ഈ മില്യൺ ആയെന്ന് എനിക്കൊന്നും തോന്നല്ല. കാരണം വെച്ചാൽ ഞാൻ അത്ര എന്താ പറയുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഞാൻ ആക്റ്റീവ് അല്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ ഈ ക്യാമറയും പിടിച്ചോണ്ട് ഇറങ്ങിയത് മുതലാണ് എനിക്ക് നേരെ പറയട്ടെ 36 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സത്യം കിട്ടും 36 പേര് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ യൂട്യൂബ് വല്ലപ്പോഴും യൂട്യൂബ്, കാരണം ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ അതിലേക്ക് അങ്ങോട്ട് പോകും. അപ്പം ഇത് ക്യാമറ പിടിച്ച് ഇവന്റെ പുറകെ ഇറങ്ങിയ സമയത്ത് മുതല് ഇന്ന് ഈ നിസാര ദിവസങ്ങൾ കൊണ്ട് ഞാൻ കയറി നിൽക്കുക. അതായത് ഇതെല്ലാം ചെയ്തിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് 11, 10, 10K, 11, 36 പേര് കയറി. അതുപോലെ തന്നെ എനിക്ക് ഫോളോവേഴ്സ് 2000 സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ വീഡിയോ 2 ദിവസം കൊണ്ട് ഇപ്പൊ ഞാനിപ്പോ 9K എത്താറായി. ഈ ഒരൊറ്റ വീഡിയോ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫോളോവേഴ്സ് ആർക്കാ? 35 കൊളാബ് വന്നിട്ട് അങ്ങനെ വരുന്നതാണ്. ഞങ്ങള് പിന്നെ തുടക്കം തൊട്ട് വീഡിയോസ് ഇട്ടിട്ട് ഞങ്ങൾ മാത്രമാണ് കൊളാബ്. ഞാൻ അപ്പൂസാണ് വീഡിയോ ചെയ്തോണ്ടിരുന്നത്. അപ്പൂസാണ് വന്ന് വീഡിയോ എടുത്ത് ഞങ്ങളാണ് വീഡിയോ ചെയ്തോണ്ടിരുന്നത്. ഫുള്ള് കൊളാബ് ഞങ്ങള് ആണല്ലോ കൊളാബ് അടിച്ചോണ്ടിരുന്നത്. അങ്ങനെ അപ്പൂസിന് ഞങ്ങൾ രണ്ടുപേരും വലിഞ്ഞു കയറിയുന്ന ആൾക്കാർ. നിങ്ങളുടെ കൂട്ടത്തിൽ ഫീമെയിൽ ഫാൻസ് കൂടുതലുള്ള ആർക്കാ?
അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഫീമെയിൽ ഫാൻസ് ഒന്നുമില്ല, എല്ലാരും അങ്ങനല്ല, പ്രത്യേകിച്ച് പാട്ട് പാടുക ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന ചെക്കന്മാരെ നമ്മള് പെമ്പിളർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആരും മാറ്റി. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളുടെ കൂടെ നിങ്ങൾ ഇത്രയും ആരെങ്കിലും ഒന്നെങ്കിൽ സാരി ഉടുപ്പിക്കും, സാരി മാറ്റും. ഓക്കെ, അതായത് നമ്മളുടെ കൂടെ ഇത്രയും നേരം നിങ്ങൾ സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ ഇനിയും കുറേ പ്ലാൻസ് ഞങ്ങളോട് പറഞ്ഞു, വീഡിയോസ്, പുതിയ കണ്ടന്റ്സ് എടുക്കുന്നതിനെ കുറിച്ചും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം സക്സസ്ഫുൾ ആവട്ടെ. ജിസ് നേരത്തെ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് കളയാതെ ജിസിനെ ത്രൂ ഔട്ട് നമുക്കൊരു സിനിമയിൽ കാണാൻ പറ്റട്ടെ. ഓക്കെ, അതൊക്കെ വിഷ് ചെയ്യുന്നു നിങ്ങളെ എല്ലാവരെയും. അയ്യോ, ഒരു കാര്യം കൂടെ ഉണ്ട്. എനിക്കൊരു ടീമുണ്ട്, ഫെന്റാസിയ എന്നാണ് ടീമിന്റെ പേര്. കുറേ വർഷങ്ങളായിട്ടുള്ള ടീമാണ്. അതിനകത്ത് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. നമുക്ക് ഡാൻസ് സ്കൂളൊന്നുമില്ല, ഞങ്ങൾ പിള്ളേർ വരും. ഞങ്ങൾ അവിടെ വന്നിട്ട് അതിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ചിലപ്പോൾ കല്യാണ പ്രോഗ്രാമുകൾ കൂടുതൽ ചെയ്യണം. അപ്പോൾ അവിടെ പോയി ചിലപ്പോൾ അവിടെ ചെന്നിട്ടൊക്കെ ആയിരിക്കും കമ്പോസ് ചെയ്യണേ. പെട്ടെന്ന് കമ്പോസ് ചെയ്ത് കയറുന്ന പരിപാടിയൊക്കെ. പക്ഷെ എന്നാലും അങ്ങനെ കമ്പോസ് ചെയ്തൊരു പാട്ടാണ് ഒരു കല്യാണ പരിപാടി കളിക്കുന്ന വൈറലായിരുന്നു അങ്ങനെ ഒരു വീഡിയോ. അതൊരു ഫുൾ ഞങ്ങൾ കളിക്കുമ്പോൾ കിരണോട് ചോദിച്ചറിയാം. കിരൺ ഞങ്ങൾ ഒരുമിച്ച് ഷിപ്പിൽ വർക്ക് ചെയ്യണേ. അപ്പം ഞങ്ങൾ സാധാരണ എല്ലാവരും 4 മിനിറ്റ് 5 മിനിറ്റ് ആയിരിക്കും കളിക്കണേ. ഇവിടെ ഷിപ്പിൽ 13 മിനിറ്റ് പവർ, ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടറിയാം. ആ ഫുൾ എനർജിയിലാണ് 13 മിനിറ്റ് കണ്ടിന്യൂസ് കളിക്കുന്നത്. ഇത് പറഞ്ഞപ്പോൾ വെട്ടി ചുരുക്കി ഇപ്പോൾ 9 മിനിറ്റിലേക്ക് ആക്കി. പിന്നെ നമ്മൾ ഒരു സ്ഥലത്ത് പ്രോഗ്രാമിന് പോകുമ്പോഴേക്കും ഓരോ ടീമുകൾ കളിക്കുന്ന സീക്വൻസ് ഒക്കെ ഈ പറയുന്ന പോലെ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് മാക്സിമം ഒക്കെ അത് ഏത് എനർജി കൊടുത്ത് കളിക്കണമെന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ഡബിൾ പവർ കൊടുത്തിട്ട് 13 മിനിറ്റ് കളിക്കുക എന്ന് പറയുന്നതും ഷിപ്പിലൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഷിപ്പിൽ ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഓഡിയൻസ് അടുത്തായിരിക്കും ഒരു ആട്ടം ഉണ്ടാവും ശരിക്കും കടലിൽ വെച്ച ഡാൻസ് കളിക്കണേ. അപ്പോൾ ആ ഒരു എനർജി കൊടുത്തിട്ട് 13 മിനിറ്റും ഒക്കെയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത്. ഒരു യെല്ലോ ഡ്രസ്സ് വൈറ്റ് മുണ്ടൊക്കെ കൊടുത്ത് കണ്ടില്ലായിരുന്നു. ഇതായപ്പോ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടി. ആ വീഡിയോ ആ ഒരു എനർജി തന്നെയാണ് ഫുള്ള് ഡാൻസ്. 13 മിനിറ്റ് കണ്ടിന്യൂസ് നിൽക്കാതെ ഞങ്ങളുടെ പിള്ളേര്, അത് ഞങ്ങളുടെ പിള്ളേരെ സപ്പോർട്ട്. എല്ലാവർക്കും അടിപൊളിയാ, അവന്മാർ അടിപൊളിയാ. ഓക്കെ, അപ്പൊ ഡാൻസ് കമ്പനിയാണ് നിങ്ങളുടെ. അതെ, അതിലെ പ്രോഗ്രാംസ് ഒക്കെ വിളിക്കണം. അതെ, ഓക്കെ, കണ്ടുകൊണ്ടിരിക്കുന്നവർ ജിസിന്റെ ഡാൻസ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവര് എന്തെങ്കിലും കല്യാണ പരിപാടികളോ കളറാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ വന്ന് അടിപൊളിയായിട്ട് ചെയ്തു തരുന്നതാണ്. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.